let V is equal to V1, V2, V3 belongs to R3. T from V to W is defined as T of V1, V2, V3 equal to 2V1 plus V2, 2V2 minus 3V1, V1 minus V3. Okay, so നമുക്ക് എന്തുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഫ്രം വെക്റ്റർ സ്പേസ് V ടു എ വെക്റ്റർ സ്പേസ് W. ഒരു V വെക്റ്റർ സ്പേസിൽ നിന്ന് W എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലേക്ക് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ സ്പേസിലെ എലമെൻറ്റ്സ് എന്താണ്? ഫസ്റ്റ് വെക്റ്റർ സ്പേസ് R3യിലെ എലമെൻറ്റ്സ് ആണ്. സോ ഫസ്റ്റ് വെക്റ്റർ സ്പേസ് എന്താണ്? R3 ആണ്. ഓക്കെ, സോ V is equal to V1, V2, V3 belongs to R3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ സ്പേസ് R3 ആണ്. സോ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് T of V1, V2, V3 equal to 2V1 plus V2, 2V2 minus 3V1 and V1 minus V3. സോ ഇവിടെയും ഒരു 3 കോർഡിനേറ്റ് സിസ്റ്റം ആണ്. സോ നമ്മുടെ സെക്കൻഡ് വെക്റ്റർ സ്പേസ് എന്തായിരിക്കും? ഒന്നെങ്കിൽ R3 ആയിരിക്കും, അല്ലെങ്കിൽ R3യുടെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദ ഇമേജ് ഓഫ് V is equal to -4, 5, 1. സോ നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ V is equal to -4, 5, 1ൻ്റെ ഇമേജ് കണ്ടുപിടിക്കാനാണ്. അതുപോലെ find the pre-image of W is equal to 4, 1, minus 1. Second problem, W is equal to 4, 1, minus 1ൻ്റെ pre-image കാണാനാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇമേജും പ്രീ-ഇമേജും ഒക്കെ കാണാമെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? To find the image of V is equal to -4, 5, 1. സോ ആ വിയുടെ ഇമേജ് നമുക്ക് വേണം. സോ വിയുടെ ഇമേജ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്താ? T from V to W such that T of V1, V2, V3. എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? 2V1 plus V2, 2V2 minus 3V1, V1 minus V3. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ തന്നിട്ടുള്ള വെക്റ്ററിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന്. സോ ടി ഓഫ് നമുക്ക് കാണേണ്ടത് -4, 5, 1 ആണ്. സോ ടി ഓഫ് V1, V2, V3 എന്ന് പറയുമ്പോൾ ഇതാണെങ്കിൽ ടി ഓഫ് -4, 5, 1 എങ്ങനെ വരും? നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രാൻസ്ഫോർമേഷൻ ഡെഫിനിഷനിൽ V1ന് -4, V2ന് 5, V3ക്ക് 1. സോ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2V1. സോ 2V1 എന്ന് പറയുമ്പം ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് 2V1 plus V2. സോ 2V1 plus V2 എന്ന് പറയുമ്പം 2 × -4 പ്ലസ് V2. V2 എന്ന് പറയുന്നത് 5. ഓക്കെ, സോ 2 × -4 പ്ലസ് 5, 2V2 minus 3V1. സോ 2V2 minus 3V1 എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ V2 ആരാണ്? 5 ആണ്. മൈനസ് 3V1. സോ 3V1 എന്ന് പറയുമ്പോൾ -4. ഓക്കെ, സോ 2V2 minus 3V1, that is 2 × 5 minus 3V1. സോ 3 × V1 എന്ന് പറയുമ്പം നമ്മുടെ V1 വെക്റ്റർ ഇവിടെ -4 ആണ്. ഓക്കെ, സോ 3 × -4, അടുത്തത് ആരുണ്ട്? V1 minus V3. സോ V1 minus V3 എന്ന് പറയുമ്പോൾ ഇവിടെ V1 -4ഉം V3 1ഉം ആണ്. സോ V1 minus V3 എന്ന് പറയുമ്പോൾ -4 - 1. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ വരിക? 2 × -4 + 5, ദാറ്റ് ഈസ് -8 + 5. സോ -8 + 5 ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടും. ഇനി 2 × 5 -3 × -4, ദാറ്റ് ഈസ് 10 + 12. അപ്പോൾ 10 + 12 ചെയ്താൽ നമുക്ക് 22 കിട്ടും. ഇനി -4 - 1, ദാറ്റ് ഈസ് -5. ഓക്കെ, സോ ഇതാണ് ടി ഓഫ് -4, 5, 1. സോ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ തന്ന് ഏതെങ്കിലും ഒരു വെക്റ്ററിൻ്റെ ഇമേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെക്റ്ററിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണണം. അതായത് നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷനിൽ ആ വെക്റ്ററിനെ നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടിയത് -3, 22, -5 ആണ്. സോ അങ്ങനെയാണ് നമ്മൾ ഇമേജ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പ്രീ-ഇമേജ് ഓഫ് W is equal to 4, 1, -1. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രീ-ഇമേജ് ഓഫ് 4, 1, -1. സോ ഇമേജ് എന്ന് പറയുമ്പം എന്താണ്? ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് വെക്റ്റർ സ്പേസിലെ എലമെൻ്റ് ആണ്. പ്രീ ഇമേജ് എന്ന് പറയുമ്പോൾ ആ സെക്കൻഡ് വെക്റ്റർ സ്പേസിൽ ആ എലമെൻറ്റിന് എവിടെ നിന്നാണ് മാപ്പിംഗ് വന്നത് എന്നാണ് ചോദിച്ചത്. സോ സെക്കൻഡ് വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻ്റ് ആണ് ഈ 4, 1, -1. സോ ഈ 4, 1, -1നെ എവിടെ നിന്നാണ് മാപ്പിംഗ് വന്നത് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, സോ പ്രീ ഇമേജ് ഓഫ് W is equal to
4 1 -1. സോ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. സോ W ഈസ് ഈക്വൽ ടു 4 1 -1 ഇവിടെ എന്താണ്, ഒരു ടി ഓഫ് വി ആണ്. ഒരു വെക്ടറിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത സമയത്താണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ 4 1 -1 കിട്ടിയത്. ഓക്കെ, സോ ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 4 1 -1 ആണ്. അതായത് ഇവിടുത്തെ ഒരു ഇമേജ് ആണ് ഈ 4 1 -1. സോ ഇതിനെ എവിടെ നിന്നാണ് ഈ ഇമേജ് വന്നത്, ആരടുത്തു നിന്നാണ് ഇങ്ങോട്ടുള്ള മാപ്പിംഗ് വന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് വി. നമുക്കിവിടെ വി ആണ് കാണേണ്ടത്. ഓക്കെ, സോ ടി ഓഫ് V1 V2 V3, നമ്മുടെ വിനെ നമ്മൾ എന്ത് ഫോമിൽ എഴുതും, V1 V2 V3 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു V1 V2 V3. സോ ടി ഓഫ് V1 V2 V3 ഈസ് ഈക്വൽ ടു 4 1 -1. ഓക്കെ, സോ ഇനി നമുക്ക് V1 V2 V3 എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, നമ്മുടെ ടി ഓഫ് V1 V2 V3 എന്ന് പറയുന്നത് 2V1 plus V2, 2V2 minus 3V1, V1 minus V3. ഇതാണ് നമ്മുടെ ടി ഓഫ് V1 V2 V3 ഈക്വൽ ടു 4 1 -1. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന V1-ൻ്റെയും V2-ൻ്റെയും V3-ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ എങ്ങനെ അത് കണ്ടുപിടിക്കും, നമുക്കിവിടെ എന്താണ്, ഈ കോർഡിനേറ്റ്സിനെ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്തുകൂടെ, ഈ ട്രാൻസ്ഫോർമേഷനിലെ ഓരോ എക്സ് കോർഡിനേറ്റ്സിനെയും അപ്പുറത്തെ എക്സ് കോർഡിനേറ്റ്സിനെയും വൈ കോർഡിനേറ്റ്സിനെയും സെഡ് കോർഡിനേറ്റ്സിനെയും ഒക്കെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ 2V1 പ്ലസ് V2 ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു അപ്പുറത്തെ എക്സ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി സെക്കൻഡ് കോർഡിനേറ്റ് ആയിട്ട് 2V2 മൈനസ് 3V1. സോ 2V2 മൈനസ് 3V1 ഈക്വൽ ടു അപ്പുറത്തെ സെക്കൻഡ് കോർഡിനേറ്റ് ആരുണ്ട്, 1. ഓക്കെ, സോ തേർഡ് കോർഡിനേറ്റ് ഇവിടെ V1 മൈനസ് V3. സോ V1 മൈനസ് V3 ഈക്വൽ ടു അപ്പുറത്തെ നമ്മുടെ തേർഡ് കോർഡിനേറ്റ് ആരാ, -1. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഈ ഇക്വേഷൻസിൻ്റെ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ സോൾവ് ചെയ്യാണ് വേണ്ടത്. ഈ ഇക്വേഷൻസിൻ്റെ സിസ്റ്റത്തിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1-ൻ്റെയും V2-ൻ്റെയും V3-ൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതൊരു ലീനിയർ സിസ്റ്റമാണ്. ഒരു ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. ഈ നമ്മുടെ ഇൻഫർമേഷൻ സയൻസ് തന്നെ നിങ്ങൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യാന്ന്. എങ്ങനെയാണ് ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യാം, ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ടും സൊല്യൂഷൻ മെട്രിക്സ് ആയിട്ടും കോൺസ്റ്റന്റ് മെട്രിക്സ് ആയിട്ടും മാറ്റിയിട്ട് ആ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി അതിനെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് കൊണ്ടുവരില്ലേ ചെയ്യാം. ഓക്കെ, സോ ഇവിടുത്തെ നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതായത് എ മെട്രിക്സ് എന്താണ്, ഇവിടുത്തെ നമ്മുടെ എ മെട്രിക്സ് ആണ് 2. അപ്പം ഇവിടുത്തെ വെക്റ്റേഴ്സ് ആരൊക്കെയാണ്, നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം എഴുതി നോക്കാം വെക്റ്റേഴ്സ്. നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ മെട്രിക്സ് V1 V2 V3. ഓക്കെ, സോ സൊല്യൂഷൻ മെട്രിക്സിൽ ഇവിടെ V1 V2 V3 ആണുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ 3 വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 3 കോളംസ് ആയിരിക്കും നമ്മുടെ എക്ക് ഉണ്ടാവുക. ഓക്കെ, സോ പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും 2 ടേംസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ V1 V2 V3 എന്നുള്ള 3 അൺനോൺ വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. സോ ഇവിടെ നമ്മൾ നമ്മുടെ എ മെട്രിക്സ് എഴുതുന്ന സമയത്ത് എങ്ങനെ വരും, 2. സോ ഫസ്റ്റ് ഓരോ കോഎഫിഷ്യൻസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിൽ V1-ൻ്റെ കോഎഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 2. ഇനി V2-യുടെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുമ്പം അവിടെ V2-യുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് 1 ഉണ്ട്. ഓക്കെ, സോ 2 1. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ V3-യുടെ വാല്യൂ ഇല്ല. സോ അതായത് പ്ലസ് 0 V3 ആണ് അവിടെ ഉള്ളത്. സോ 2 1 0. ഇനി എന്തുണ്ട്, സെക്കൻഡ് റോ നോക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് അവിടെ 2V2 മൈനസ് 3V1. ഓക്കെ, സോ ഇവിടെ V1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ആരാണ്, -3 ആണ്. പിന്നെ എന്തുണ്ട്, V1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് -3ഉം V2-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് 2ഉം. സോ 2. ഇനി V3ക്ക് അവിടെ ടേം ഇല്ല, V3-യുടെ ടേം ഇവിടെ ഇല്ല. സോ അതായത് V3-യുടെ കോഎഫിഷ്യൻ്റ് 0 ആണ്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് V1 മൈനസ് V3 ഈക്വൽ ടു -1. സോ അതായത് V1-ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1ഉം V3-യുടെ കോഎഫിഷ്യൻ്റ് -1ഉം. സോ അവിടെ V1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് -1. ഇനി അവിടെ -V3 ആണുള്ളത്. അതായത് അവിടെ എന്തില്ല, V2-യുടെ ടേം ഇല്ല. സോ V2-യുടെ ടേം ഇല്ലാത്തത് കൊണ്ട് അവിടെ കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. ഇനി -V3. സോ -V3 എന്ന് പറയുന്ന സമയത്ത് അവിടെ V3-യുടെ കോഎഫിഷ്യൻ്റ് നമുക്ക് -1 ആയിട്ട് എഴുതാം. ഓക്കെ, സോ നമുക്ക് എ മെട്രിക്സ് കിട്ടി, എക്സ് മെട്രിക്സ് കിട്ടി. ഇനി നമ്മുടെ കോൺസ്റ്റന്റ് മെട്രിക്സ് എന്തായിരിക്കും, അതായത് ഇവിടുത്തെ ഇപ്പുറത്തെ വാല്യൂസിൻ്റെ മെട്രിക്സ് അതെന്താണ്,
4 1 -1. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് V1ൻ്റെയും V2ൻ്റെയും V3ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ നമ്മളിവിടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എങ്ങനെ വരും? എങ്ങനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക? സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ്? A B ഈ രീതിയിലാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വരിക. അതായത് ഇവിടെ 2 1 0 -3 2 0 1 0 -1. ഓക്കെ, സോ ഫസ്റ്റ് എ മെട്രിക്സിന് എഴുതി. ഇനി ബി മെട്രിക്സ്, ദാറ്റ് ഈസ് 4 1 -1. സോ ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, സോ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമുക്ക് 1 ആക്കണം. ഓക്കെ, സോ ഈ 2നെ നമുക്ക് 1 ആക്കേണ്ടതായിട്ടുണ്ട്. സോ 2നെ നമുക്ക് 1 ആക്കാൻ പല മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, സോ 2നെ 1 ആക്കാൻ ഒന്നെങ്കിൽ നമുക്ക് 2/2 ചെയ്യാൻ പറ്റും. അതായത് ഈ റോനെ മൊത്തത്തിൽ നമുക്ക് by 2 ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ അതിനേക്കാളും ഈസി ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ റോസ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും ഒരു റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 1 ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോസ് ഇന്റർചേഞ്ച് ചെയ്യാനും പറ്റും. അതും ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ തേർഡ് റോ അല്ലേ, നമുക്ക് തേർഡ് റോയിൽ എന്തുണ്ട്? ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 1 ഉണ്ട്. സോ നമ്മൾ ഈ തേർഡ് റോനെയും ഫസ്റ്റ് റോനെയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഈ ഫസ്റ്റ് വാല്യൂ 1 ആയിട്ട് വരില്ലേ? സോ നമുക്ക് അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ R3 is interchanged to R1. സോ അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റ് റോ തേർഡ് റോ ആയിട്ട് മാറും. ഓക്കെ, സോ തേർഡ് റോ ഫസ്റ്റ് റോ ആവും. സോ 1 0 -1 -1 അപ്പുറത്തെ എലമെന്റ് അതുപോലെ എഴുതണം. സെക്കൻഡ് റോയ്ക്ക് അപ്പുറത്തെ എലമെന്റ് നമ്മൾ തേർഡ് റോയിൽ അപ്പുറത്തെ എലമെന്റ് എഴുതി. ഇനി സെക്കൻഡ് റോയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, ദാറ്റ് ഈസ് -3 2 0 1. ഇനി എന്താണ്? നമ്മൾ ഫസ്റ്റ് റോനെയും തേർഡ് റോനെയും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ തേർഡ് റോന്റെ സ്ഥാനത്ത് ആര് വരും? ഫസ്റ്റ് റോ വരും. സോ ദാറ്റ് ഈസ് 2 1 0 4. ഓക്കെ, സോ നമ്മൾ എന്താക്കി? നമ്മൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഉള്ള കോളത്തിലെ ബാക്കി എല്ലാ എലമെന്റ്സിനെയും 0 ആക്കണം. സോ നമുക്ക് -3നെ 0 ആക്കണം, 2നെ 0 ആക്കണം. സോ -3നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? -3 + 3 ചെയ്യണം. ഓക്കെ, സോ -3 + 3 എന്ന് ചെയ്യാന്ന് പറയുമ്പം നമുക്ക് ആ റോനെ മൊത്തത്തിലേ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ R2 ഈസ് ട്രാൻസ്ഫോംഡ് ടു R2 -3 + 3. ഓക്കെ, സോ -3 + 3 ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? R2 അതായത് -3 + 3R1. ഓക്കെ, സോ നമുക്കിവിടെ റോ ട്രാൻസ്ഫോർമേഷൻസേ അഡീഷന് ചെയ്യാൻ പറ്റുള്ളൂ. സോ R2 + 3R1 അല്ലേ, നമുക്കിവിടെ 1 ഉള്ളതുകൊണ്ട് ഇവിടെ +3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 + 3 0 കിട്ടും. ഓക്കെ, സോ R2 + 3R1. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ 0 ആക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും, രണ്ട് വെക്ടേഴ്സിനും ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, സോ ഇനി ഈ 2നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 - 2 ചെയ്യണം. സോ ദാറ്റ് ഈസ് R3 ചേഞ്ചസ് ടു R3 എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? R3 - 2R1. ഓക്കെ, സോ എല്ലാം നമ്മൾ R1നെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ട്രാൻസ്ഫോം ചെയ്ത മെട്രിക്സ് എങ്ങനെയാണ്? 1 0 -1 -1. ഇനി R2 ചേഞ്ചസ് ടു R2 + 3R1. സോ -3 + 3 × 1 ദാറ്റ് ഈസ് 0. ഇനി R2 + 3R1 എന്ന് പറയുമ്പം 2 എങ്ങനെ മാറും? 2 + 3 × 0 ദാറ്റ് ഈസ് 2 തന്നെ. ഇനി 0 + 3 × -1. ഓക്കെ, സോ 0 + 3 × -1 എന്ന് പറയുമ്പം അവിടെ എന്തുണ്ട്? -3. ഇനി എല്ലാ എലമെന്റ്സിനും ചേഞ്ച് ചെയ്യണം കേട്ടോ. സോ അതുപോലെ 1നെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 1 + 3 × -1. സോ ഈ റോനെ മൊത്തത്തിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നത്. സോ 1 + 3 × -1 എന്ന് പറയുമ്പോൾ 1 - 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഓക്കെ, സോ ഇവിടെ നമുക്ക് -2 കിട്ടും. ഇനി തേർഡ് റോയിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നത്? തേർഡ് റോയിലെ 2നെ നമ്മൾ എന്താക്കി? 0 ആക്കി അല്ലേ, 2 - 2 0 ആയി. ഓക്കെ, സോ 0. ഇനി R3 - 2R1. സോ 1നെ നമ്മൾ എന്ത് ചെയ്യണം? 1 - 2 × 0. സോ ദാറ്റ് ഈസ് 1 തന്നെ വരും. സോ 1 - 2 × 0 ദാറ്റ് ഈസ് 1 - 0 1. ഇനി R3യിൽ നെക്സ്റ്റ് എലമെന്റ് ആയിട്ട് 0 ഉണ്ട്. സോ 0 - 2 × -1. സോ 0 - 2 × -1 എന്ന് പറയുമ്പം അവിടെ +2. ഇനി
ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ് 4. സോ 4 മൈനസ് 2 ഇൻറ്റു -1 ദാറ്റ് ഈസ് 6 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് റോനെ ചേഞ്ച് ചെയ്ത് സെക്കൻഡ് റോനെയും തേർഡ് റോനെയും ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പം ഒരു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കി ആ കോളത്തിലെ ബാക്കി എല്ലാത്തിനെയും 0 ആക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കണം. ഓക്കെ, സോ ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കുക എന്ന് പറയുമ്പം നമ്മൾ ഈ 2നെ 1 ആക്കണം. സോ ദാറ്റ് ഈസ് R2 ഈസ് ചേഞ്ച്ഡ് ടു R2/2. സോ അവിടെ എങ്ങനെ വരും? 1 0 -1 -1. ഇനി R2നെ 1 ആക്കുമ്പം 2/2. സോ ദാറ്റ് ഈസ് 1. ഇനി -3/2 അല്ലേ, മൊത്തം റോനെ ചേഞ്ച് ചെയ്യണം. സോ -3/2 -1. സോ ഇങ്ങനെ വരും. ഓക്കെ, സോ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അത് നോക്കാം. എന്താണ് ആ ഈസി മെത്തേഡ്? നമുക്കിവിടെ ഈ റോയില് എന്തുണ്ട്? 1 ഇല്ലേ? നമ്മൾ പറഞ്ഞു റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും 1 ഉണ്ടെങ്കിൽ ഈ 1 ആക്കുന്ന കേസിൽ നമുക്ക് റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഈ തേർഡ് റോയിൽ 1 ഉണ്ട്. സോ ഈ തേർഡ് റോനെയും സെക്കൻഡ് റോനെയും ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെക്കൻഡ് റോയിൽ 1 കിട്ടില്ലേ? സോ എന്താണ് നമ്മളിവിടെ സെക്കൻഡ് റോയും R2 ഈസ് ഇൻ്റർചേഞ്ച് വിത്ത് R3. സോ അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് 1 0 -1 -1. ഇനി R3യും R2വും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0 1 2 6. R3 എന്തായി? R2 ആയി. ഇനി R2 R3 ആവും. സോ ദാറ്റ് ഈസ് 0 2 -3 -2. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയി. ഇനി നമുക്ക് വേണ്ടത് തേർഡ് റോയിലെ ഈ നമ്മളിപ്പോൾ 1 ആക്കിയ ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും 0 ആക്കണം. സോ നമുക്ക് ഈ 2നെ 0 ആക്കണം. സോ നമ്മൾ എങ്ങനെ 2നെ 0 ആക്കുക? 2നെ 0 ആക്കാൻ -2 ചെയ്താൽ മതി. 2 -2. ഓക്കെ, സോ നമുക്ക് 2നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? R2 ഈസ് ചേഞ്ച്ഡ് ടു, നമ്മൾ ഈ 1 ആക്കിയ ഈ റോനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പം ചേഞ്ച് ചെയ്യേണ്ടത്. സോ R2 ഈസ് ചേഞ്ച്ഡ് ടു R3 ഈസ് ചേഞ്ച്ഡ് ടു R3 - 2R3. 2R2. സോ ഇവിടെ R2 നമ്മൾ ചെയ്യാൻ കാരണം ഈ R2നെയാണ് നമ്മളിപ്പോൾ 1 ആക്കിയത്. സോ 2നെ നമുക്ക് 0 ആക്കണമെങ്കിൽ 2 - 2 ചെയ്യണം. സോ 2 - 2 × 1. ഓക്കെ, സോ അങ്ങനെയാണ് R3ൻ്റെ ട്രാൻസ്ഫോർമേഷൻ. സോ R3 ഈസ് ചേഞ്ച്ഡ് ടു R3 - 2R2. സോ R3നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ മെട്രിക്സ് ബാക്കി ഉണ്ടാവുക? 1 0 -1 -1 0 1 2 6. പിന്നെ നമ്മൾ R3നെ ചേഞ്ച് ചെയ്യണം. സോ R3നെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്തുണ്ടാവും? ഫസ്റ്റ് എലമെൻറ്റിന് ചേഞ്ച് ഒന്നും വരില്ല. ഫസ്റ്റ് എലമെൻറ്റ് 0 തന്നെ. സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള 2നെ നമ്മൾ 2 - 2 ചെയ്യും. സോ 2 - 2 ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. ഇനി തേർഡ് എലമെൻറ്റ് -3 -2R2. സോ -3 - 2R2 എന്ന് പറയുമ്പം -3 - 2 × 2. സോ -3 + 2. -3 - 2 × 2. സോ ദാറ്റ് ഈസ് -3 - 4. -3 - 4 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ -7 എന്ന് വരും. പിന്നെ എന്തുണ്ട്? R3യിൽ ഇവിടെ -2 ഉണ്ട്. സോ -2 - 2R2. സോ ദാറ്റ് ഈസ് -2 - 2 × 6. സോ ദാറ്റ് ഈസ് നമുക്ക് അവിടെ എന്ത് വരും? -14 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് റോയിനെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കിയിട്ട് ബാക്കിയുള്ള ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും 0 ആക്കി. ഇനി നമുക്ക് വേണ്ടത് തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കലാണ്. ഓക്കെ, സോ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കുക എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ റോനെ മൊത്തത്തിൽ -7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ R3 ഈസ് ചേഞ്ച്ഡ് ടു R3/-7. സോ നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരും? 1 0 -1 -1 0 1 2 6. ഇനി 0 0 -7/-7 ദാറ്റ് ഈസ് 1 -14/-7 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെട്രിക്സ് അല്ലേ? ഇപ്പം നമുക്ക് എന്തായി? നമുക്ക് എല്ലാ റോയിലും ഓരോ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ നമ്മൾ 1 ആക്കി മാറ്റി. ബാക്കി 0 റോസും ഇല്ല. സോ ഇതാണ് നമ്മുടെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോം വിച്ച് ഈസ് ദ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോം. സോ ഈ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോം എന്ന് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? V1ൻ്റെയും V2ൻ്റെയും V3ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് വേണം V1 V2 V3 കണ്ടുപിടിക്കാൻ. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇത് B മെട്രിക്സ് ആണ്. B മെട്രിക്സിനെ ട്രാൻസ്ഫോം ചെയ്തതാണ്. ഇതാണ് നമ്മുടെ A മെട്രിക്സിനെ ട്രാൻസ്ഫോം ചെയ്തത്. സോ ഈ A മെട്രിക്സിനെ ട്രാൻസ്ഫോം ചെയ്തത് ഇൻറ്റു X മെട്രിക്സ് ചെയ്യണം. സോ ദാറ്റ് ഈസ് അവിടെ നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? സോ ദാറ്റ് ഈസ് V1
മൈനസ് V2 അല്ലേ? നമ്മൾ ഈ മെട്രിക്സും മെട്രിക്സും തമ്മിൽ V1 മൈനസ് V3 വരും. സോ V1 മൈനസ് V3 ഈക്വൽ ടു ഇപ്പുറത്ത് നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ട്രാൻസ്ഫോം ചെയ്ത സൊല്യൂഷൻസ്. സോ V1 മൈനസ് V3 ഈക്വൽ ടു -1. അതുപോലെ സെക്കൻഡ് റോ നോക്കുമ്പോൾ നമുക്ക് അവിടെ സീറോ V1 ആണ് പ്ലസ് V2 പ്ലസ് 2V3. ഓക്കെ, സോ സെക്കൻഡ് റോനെ നമ്മൾ നോക്കുമ്പം പ്ലസ് V2 പ്ലസ് 2V3. സോ V2 പ്ലസ് 2V3 ഈക്വൽ ടു 6. അതുപോലെ തേർഡ് റോയിൽ ബാക്കി ആരുണ്ട്? ഒരു എലമെൻറ്റേ ഉള്ളൂ. സോ V3 ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, സോ V3 ഈക്വൽ ടു 2. ഇനി ഈ കിട്ടിയ V3നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ V3 ഈക്വൽ ടു 2നെ V2 പ്ലസ് 2V3 ഈക്വൽ ടു 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് V2 പ്ലസ് 2V3 ദാറ്റ് ഇസ് 2 × 2 ഈക്വൽ ടു 6. സോ V2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, സോ V2 2 ആണ്. V1 എങ്ങനെ കണ്ടുപിടിക്കുക? V1 മൈനസ് V3 ഈക്വൽ ടു -1 ആണ് അല്ലേ? സോ V1 മൈനസ് V3 ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ V1 കണ്ടുപിടിക്കാം? V1 ഇസ് ഈക്വൽ ടു -1 പ്ലസ് V3 ദാറ്റ് ഇസ് -1 പ്ലസ് 2. സോ V1 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ നമുക്ക് എന്താണ് നമ്മുടെ സൊല്യൂഷൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്? സോ നമ്മുടെ V1, V2, V3 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1, 2, 2 ആണ്. ഓക്കെ, സോ V1 1 ആണ്, V2 2 ആണ്, V3 2 ആണ്. സോ 1, 2, 2 ആണ്. സോ അതാണ് നമ്മുടെ വെക്റ്റർ. സോ ഇതാണ് പ്രീമേജ് ഓഫ്, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രീമേജ് ഓഫ് 4 1 -1. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രീമേജ് ഓഫ് 4 1 -1. സോ പ്രീമേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്ന ട്രാൻസ്ഫോർമേഷനെ ആ വെക്റ്ററിന് ഈക്വൽ ആക്കിയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്റ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ സ്പേസിൽ ആ വെക്റ്റർ ഏതാണെന്നാണ് കണ്ടുപിടിച്ചത്. സോ അതിന് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്തു, എന്നിട്ടാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇമേജ് കണ്ടുപിടിക്കാനും പ്രീ ഇമേജ് കണ്ടുപിടിക്കാനും ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ.